ഊട്ടി യാത്രയിൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമായിരിക്കും ടീ ഫാക്ടറി സന്ദർശിക്കുക അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ഫാക്ടറി സന്ദർശിക്കുക എന്ന്. അപ്പം നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത് ഊട്ടിയിലുള്ള ഒരു ടീ ഫാക്ടറിയിലേക്കാണ്. നമ്മുടെ തൊട്ടപ്പെട്ട പീക്കിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ടീ ഫാക്ടറി വരുന്നത്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിക്കുക ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറി അല്ലെങ്കിൽ വെറും ടീ ഫാക്ടറി എന്ന് അടിച്ചു കഴിഞ്ഞാലും ഈ ഒരു സ്ഥലത്തായിരിക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുക. ഇത് ഇവിടെ ഈ സൈഡിൽ കാണുന്നുണ്ട് ഇതാ ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറി, അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറി എന്നെല്ലാം കാണുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പ്രധാനമായിട്ടും നിങ്ങളത് നോക്കിയിട്ട് വേണം കേട്ടോ പോവാൻ. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇവിടെ നേരെ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തിട്ട് ഒരു ടീ ഫാക്ടറി ഉണ്ട്. നമ്മൾ ഇന്ന് പോകുന്നത് അതിലേക്കാണ്, പക്ഷെ ശരിക്കും നിങ്ങൾ പോവേണ്ടത് അതിലേക്കല്ല. അതിൻ്റെ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ആദ്യം ഇവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്, 30 രൂപയാണ് എൻട്രി ഫീ ആയിട്ട് വരുന്നത്. കൂടാതെ തന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അവിടുന്ന് ഒരു ഡാർക്ക് അതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് കിട്ടും. 30 രൂപക്ക് അത് മതിയോ എന്നുള്ളത് എനിക്കറിയില്ല. 30 രൂപ കൊടുത്തു, കയ്യിലുള്ള ഈ ഒരു ബാൻഡും കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ സ്കാൻ ചെയ്തിട്ട് നമുക്ക് നേരെ ഇനി അകത്തേക്ക് കടക്കാം. ഇതാ ഈ ബാൻഡാണ് കേട്ടോ ഈ സംഭവം. ഇത് എന്തിനാ ഒട്ടിക്കണമെന്ന് എനിക്കറിയില്ല, എന്തായാലും അവർ സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് കടക്കാം. ഈ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത്, കൊക്കോന്ന് എങ്ങനെ എടുത്തിട്ട് എല്ലാ സംഭവം ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട്. അതല്ലാതെ പുറമെ ഇതിന് വേറെ സ്റ്റാഫോ അല്ലെങ്കിൽ ഒരു ഗൈഡോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് കണ്ട് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഒരു ക്ലാസ്സിന് അപ്പുറത്ത് നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ടീ ഫാക്ടറിയിൽ. അവിടെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കൊക്കോ കാണാൻ പറ്റും. പിന്നെ അതിനുശേഷം അത് ഓരോരോ പ്രോസസ്സ് ആവുന്നത് ഇംഗ്ലീഷിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് ഇത് ഇന്ന പ്രോസസ്സാണ്, ഫസ്റ്റ് ഇതാണ്, സെക്കൻഡ് ഇതാണ് എന്നുള്ളൊരു സംഭവമൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഇംഗ്ലീഷിലും തമിഴിലുണ്ടോയെന്ന് എനിക്കറിയില്ല. തമിഴിലില്ലാന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടില്ല. നമുക്കിതാ ഈ ഒരു കൊക്കോ നമുക്കിതാ നേരിട്ട് ഇങ്ങനെ കയ്യിൽ എടുത്തിങ്ങനെ നോക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ചോക്ലേറ്റ് വാങ്ങാൻ പറ്റും, പലതരത്തിലുള്ള വൈറ്റ്, ഡാർക്ക്, അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൽ പൊതിഞ്ഞത്, അല്ലാത്ത നട്ട്സ് ഉള്ളത്, അങ്ങനെ പലതരത്തിലുള്ള ചോക്ലേറ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നേരിട്ട് വാങ്ങാൻ കഴിയും. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇതാ ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്. അപ്പം നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ എത്ര പേരാണ് എന്നുള്ളത് ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മളെടുത്ത ആ ടിക്കറ്റ് ഇല്ല, ആ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് 2 ചോക്ലേറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തരും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഈ ചോക്ലേറ്റ് എല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കിതാ ഇവിടെ ഒരു ബോർഡ് കാണാം, ടീ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്ര നേരം നമ്മൾ കണ്ടത് ചോക്ലേറ്റ് ഫാക്ടറി ആയിരുന്നു. ഇനിയാണ് നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് പോകുന്നത്. ടീ ഫാക്ടറിയിലേക്ക് സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഈ ഒരു ടീ ഫാക്ടറി ഉള്ളത്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ 10 രൂപ കൂടി നമ്മൾ അകത്ത് കയറി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ഒരു ടീ പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുക. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ടീയുടെ ഹിസ്റ്ററി, അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോയ പോലെ തന്നെ നമുക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനൊന്നും കഴിയില്ല. നമ്മൾ അവിടെ എഴുതിയതും അതുപോലെ തന്നെ അവിടുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. അല്ലാതെ ഇവിടെ നമുക്ക് പറഞ്ഞു തരാൻ ഗൈഡോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതാണ് എനിക്ക് ഇവിടുത്തെ ഒരു പോരായ്മയായിട്ട് തോന്നിയത്. നമ്മൾ ഈ ഒരു ഗ്ലാസ്സിനകത്തുകൂടെ വേണം നമ്മൾ കാണാൻ. അത് നമ്മൾ ഒഴിച്ചെടുത്ത് പൂരിപ്പിക്കുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഈ ക്ലീൻ ചെയ്ത് തേയില എങ്ങനെ വരുന്നു, അത് ഇവിടെ അരയ്ക്കുന്നു, അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു, അവിടുന്ന് ഹീറ്റ് ആകുന്നു, അവിടുന്ന് വേറെ ബർണറിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് വലിയ പിക്ചറൊക്കെ ഉണ്ടെങ്കിൽ കൂടി അത് ആദ്യം വരുന്നവർക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ മുമ്പ് വേറെ ടീ ഫാക്ടറി പോയത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. ആദ്യമായിട്ട് ഒരു ടീ ഫാക്ടറി വരുന്നവർക്ക് ഇവിടെ കുറേ യന്ത്രങ്ങൾ വർക്ക് ചെയ്യുക എന്നല്ലാതെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ഗ്രീൻ ടീയുടെ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ. സോ അത് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം എങ്ങനെയാണ് ഈ പ്രോസസ്സിങ് എന്നുള്ളത്. അല്ലാതെ ഒരു സാധാരണക്കാരന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ടീ ഫാക്ടറിയിൽ. അങ്ങനെ ഇത് പല സെക്ഷനായിട്ടുണ്ട്. വലിയ തരികളും ചെറിയ തരികളും മാറ്റുന്ന സെക്ഷൻ, ഗ്രീൻ ടീയുടെ സെക്ഷൻ, അങ്ങനെ പലതായിട്ട് വരുന്നുണ്ട്. പിന്നെ അവസാനം പാക്ക് ചെയ്യുന്ന സ്ഥലം വരെ നമ്മളെത്തും. ഇങ്ങനെ ഈ പാക്ക് ചെയ്യുന്ന സ്ഥലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ടീ കിട്ടും. അതായത് ഒരു ഫ്രീ ടീ ആണ്. ഈ ഒരു ടീ എന്ന് പറയുന്ന സംഭവം ഒരു വെറൈറ്റിയാണ്, നല്ലൊരു ടേസ്റ്റ് നമുക്ക് തോന്നും. നമ്മൾ സാധാ കുടിക്കുന്ന ചായനേക്കാളും അത്യാവശ്യം വ്യത്യാസമുണ്ട്. അതിൽ ഇവരെന്താ ഇടുന്നത് എനിക്കറിയില്ല. കാരണം ഈ ഒരു സെയിം സാധനം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാകുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. അതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ ഇവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ടീയോ അതേപോലെ ചോക്ലേറ്റ്, ഊട്ടി വർക്കി എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ ലാഭം ഉണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ലാഭമൊന്നുമില്ല, സാധാ ചായയുടെ അതേ റേറ്റ് തന്നെയാണ്. പക്ഷെ വലിയ കുഴപ്പമില്ലെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവർ വിൽക്കുന്ന ആ ഒരു ചായ, ഇവിടെ കൊടുക്കുന്ന ആ ഒരു ചായയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പാലിൻ്റെ ഒക്കെ വ്യത്യാസമായിരിക്കും. ഇവർ ഒരു പക്ഷേ എരുമപ്പാലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ആ ഒരു തിക്നെസ്സും ഇതൊക്കെ വരുന്നതെന്ന്
എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ടീ ഫാക്ടറിന് പുറത്തിറങ്ങി അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ 5D തിയേറ്ററും കാര്യങ്ങളൊക്കെ കൊണ്ട് താല്പര്യമുള്ളവർക്ക് അങ്ങോട്ട് പോകാം. അതല്ല നമ്മുടെ ഇതിൻ്റെ ഒരു സൈഡിലൂടെ, അതായത് ഈ ഒരു ടോയ്ലറ്റിൻ്റെ, അതായത് നമ്മൾ നേരെ വന്ന റോഡിലൂടെ സ്ട്രെയിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടീ ഫാക്ടറി ഉണ്ട്. ഇതൊരു ഓൾഡ് ടീ ഫാക്ടറി ഉണ്ട്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ വീഡിയോ. തേയില നേരെ അവിടുന്ന് ഫ്രഷ് ആയിട്ടുള്ള ക്ലീൻ ചെയ്ത തേയില നേരെ പോയി അതിലേക്ക് വീണ് ആ തേയില അരച്ചെടുത്ത് ഇതാക്കുന്നതാണ്. ഇവിടുന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ ആദ്യം നമ്മൾ പോയെന്ന് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇപ്പോഴും ഇതിങ്ങനെ തന്നെയാണെന്നാണ്, അതായത് ഈ ഒരു പഴയ ടീ ഫാക്ടറി ഇങ്ങനെ തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. ഇത് നമ്മൾ മുമ്പ് പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇവിടേക്ക് വരാൻ ശ്രമിക്കുക. ബെഞ്ച് മാർക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളവിടെ നേരെ, അതായത് നിങ്ങൾ വരുമ്പോൾ തന്നെ ആളുകൾ വിളിച്ച് കയറ്റുന്നുണ്ടാവും ഈ ബെഞ്ച് മാർക്കിലേക്ക്. അങ്ങോട്ട് പോകാതെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓൾഡ് ടീ ഫാക്ടറിയിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇവിടെ എൻട്രി ഫീ വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. അകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും ആ ഒരു ഫ്രീ ചായ കിട്ടും, വെറൈറ്റി ആയിട്ടുള്ളത്. കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെയാണെന്ന് കേട്ടോ എൻ്റെ ഇത്. ഒരുപക്ഷെ ഒരു മാറ്റം എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അഡ്വഞ്ചർ പാർക്കാണ്. അടിപൊളിയാണ്. ഇവിടെ സിപ്പ് ലൈന്, സിപ്പ് സൈക്ലിങ്, സ്കൈ വാക്കിങ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ടും കോംബോ ആയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യുക. അതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഊട്ടിയിലെ ടീ ഫാക്ടറിയെ കുറിച്ച് പറയാം. നിങ്ങൾ ഇതുവരെ ഊട്ടിയിൽ വന്നിട്ട് ടീ ഫാക്ടറി സന്ദർശിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഡെയിലി കുടിക്കുന്ന ചായയിലെ ചായപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും നേരിട്ട് വാങ്ങാനും നല്ല കടുപ്പമുള്ള ചായ കുടിക്കാനും ഇവിടെ നിന്ന് നമുക്ക് പറ്റും. തീർച്ചയായിട്ടും ഊട്ടി വരുന്ന സമയത്ത് ഈ സ്ഥലം മിസ്സാക്കാതിരിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.